മഹാന്മാരായ സഹാബി വനിതകളെ ക്രൂരമായി നികൃഷ്ടമായി മൃഗങ്ങൾ പോലും നാണിക്കുന്ന രൂപത്തിൽ, പൈശാചികം എന്ന് പറഞ്ഞാൽ അതുപോലും പൂർണ്ണമാകാത്ത രൂപത്തിലുള്ള നികൃഷ്ടമായ രൂപത്തിലുള്ള കൊലപാതകം നടത്തിയ ആളുകൾ റസൂലുള്ളാഹിയുടെ മുന്നിൽ അപ്പോൾ പഞ്ചപുച്ഛമടക്കി നിൽക്കുകയാണ്. ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ റസൂലുള്ളാഹിന്റെ പിതൃവ്യൻ, അതോടൊപ്പം തന്നെ ഇസ്ലാമിന്റെ സിംഹം എന്നറിയപ്പെട്ടിരുന്ന ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ കൊന്നുകളഞ്ഞ വഹ്ശിയെ പോലെയുള്ളവർ, ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ മരണപ്പെട്ട് കിടക്കുന്ന ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ നെഞ്ചു കുത്തിക്കേറി ആ കരള് വായിൽ ചവച്ചു തുപ്പിക്കൊണ്ട് ഇസ്ലാമിനോടുള്ള വിരോധം പ്രകടിപ്പിച്ച ഹിന്ദിനെ പോലെയുള്ള ആളുകൾ എല്ലാവരും പ്രവാചകന്റെ മുന്നിൽ നമ്രശിരസ്കരായി നിൽക്കുകയാണ്, പഞ്ചപുച്ഛമടക്കി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വാക്ക് പറഞ്ഞാൽ ആ ആളുകളുടെ മുഴുവനും തല, ആളുകളുടെ മുഴുവനും ശിരസ് അവിടെ ഉരുണ്ട് കളിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഓർഡർ കൊടുത്താൽ ഒരു നദി തന്നെ, രക്തത്തിന്റെ ഒരു നദി തന്നെ അവിടെ ഒഴുകും. പ്രതികാരമൂർത്തി എന്ന മലയാളത്തിലെ കഥാകാരനാൽ വിളിക്കപ്പെട്ട പ്രവാചകൻ അവിടെ നിന്ന് ചോദിക്കുന്നു, എന്നിൽ നിന്ന് നിങ്ങൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്? അവർ പറഞ്ഞു, താങ്കൾ മാന്യനായ മനുഷ്യന്റെ പുത്രൻ, മാന്യനായ മനുഷ്യൻ, താങ്കളിൽ നിന്ന് മാന്യത പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ സ്വതന്ത്രരാണ്, നിങ്ങൾക്ക് പിരിഞ്ഞു പോകാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനമാണ്. ഈ പ്രവാചകനെയാണ് തന്റെ കയ്യിൽ വലിയ കഠാരിയുമായി തലയിൽ നിറച്ചും ബോംബുള്ള തലപ്പാവ് ധരിച്ച വ്യക്തിയായി ചിത്രീകരിച്ചുകൊണ്ട് കാർട്ടൂൺ വരക്കുന്നതും, അതേപോലെ തന്നെ ഈ പ്രവാചകനെയാണ് പ്രതികാരമൂർത്തിയായി അവതരിപ്പിക്കുന്നതും. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആദർശമാണ് ഇസ്ലാം. ഇസ്ലാമിന് എങ്ങനെയാണ് ഭീകരവാദമാക്കാൻ കഴിയുക? ഇസ്ലാമിന്റെ നിഘണ്ടുവിൽ ഭീകരവാദമില്ല. ഇസ്ലാം ഭീകരത പഠിപ്പിച്ചിട്ടുമില്ല. തീവ്രത എന്ന് പറഞ്ഞാൽ നടുവിൽ നിന്ന് തെറ്റിയതെന്ന് അർത്ഥം. രണ്ടും രണ്ട് ടെർമിനോളജിയാണ്. പക്ഷെ ഇപ്പോ രണ്ടും ഒരേ പദത്തിന് ഉപയോഗിക്കുന്ന പദങ്ങളായി മാറിയിട്ടുണ്ട്, എക്സ്ട്രീമിസവും ടെററിസവും. പക്ഷെ രണ്ടും രണ്ടാണ് എന്നുള്ളതാണ് സത്യം. നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇന്ന് പറയപ്പെടുന്ന എക്സ്ട്രീമിസവും ടെററിസവും ഇസ്ലാമിന്റെ പേരിൽ ആരോപിക്കപ്പെടുന്നതാണ്. ഇസ്ലാമിക സമൂഹത്തെ പടച്ചവൻ തന്നെ പറഞ്ഞിട്ടുള്ളത് ഉമ്മത്തൻ വസത്തൻ എന്നാണ്. ഉമ്മത്തൻ വസത്തൻ, മധ്യമ സമുദായം. അത് തീവ്രവാദത്തിന്റേതല്ല, ജീർണതയുടെയുമല്ല, മറിച്ച് കൃത്യമായ ദൈവിക മാർഗനിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിത നിഷേധത്തിന്റേതല്ലാത്ത വ്യക്തമായ ദൈവികമായ ആ നിയമങ്ങളുടെ സമർപ്പണത്തിന്റെ ആദർശമാണ് ഇസ്ലാമിക ആദർശം. അവിടെ എന്താണ് ഭീകരതയുണ്ടാവുക? അവിടെ എങ്ങനെയാണ് ഭീകരതയുണ്ടാവുക? ഇസ്ലാം ഓരോ രംഗത്തുമുള്ള കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ പഠിപ്പിച്ചു. നേരത്തെ ഞാൻ പറഞ്ഞു മനുഷ്യരൊന്ന് എന്ന സന്ദേശം. അതേപോലെ തന്നെ ആരോടെങ്കിലും വിരോധമുണ്ടാകാം. ആ വിരോധമുണ്ടാകുമ്പോൾ ആരോടെങ്കിലും അനീതി ചെയ്യുവാൻ പ്രേരിപ്പിക്കാൻ പാടുണ്ടോ? പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പറഞ്ഞു, വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു യഅദിലു ഹുവ അഖ്റബു ലിത്തഖ്വ. ഖുർആൻ 5-ാമത്തെ അധ്യായം സൂറത്തുൽ മാഇദയിലെ 8-ാമത്തെ വചനം. തീർച്ചയായും നിങ്ങൾ മുഅ്മിനുകൾ നീതിക്ക് വേണ്ടി നിലനിൽക്കണമെന്ന് പറഞ്ഞതിന് ശേഷമാണ് അള്ളാഹുവിന്റെ കൽപ്പന. ഒരു സമൂഹത്തോടുള്ള വിരോധം, അവരോട് അനീതി ചെയ്യുവാൻ നിങ്ങളെ പ്രേരിപ്പിക്കരുത്. നിങ്ങൾ നീതി ചെയ്യണം, അതാണ് തഖ്വയോട് അടുത്ത് നിൽക്കുന്നത്. ഒരു സമൂഹത്തോട് ആർക്കെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ, എന്തെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ, രാഷ്ട്രീയമോ സാമൂഹ്യമോ എന്ത് രൂപത്തിലുള്ള എതിർപ്പാണെങ്കിലും അവരോട് അനീതി ചെയ്യുവാൻ ഒരു കാരണവശാലും നിങ്ങളെ പ്രേരിപ്പിക്കുവാൻ ആ വിരോധം കാരണമായിക്കൂടാ. എന്താ ഭീകരവാദം എന്ന് പറഞ്ഞാൽ പൊതുവെ അറിയപ്പെടുന്നത് ഏതെങ്കിലും നിഷ്കളങ്കരായ മനുഷ്യരെ കൊന്നൊടുക്കിക്കൊണ്ട് തങ്ങളുടെ രാഷ്ട്രീയമായ താല്പര്യങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടി പരിശ്രമിക്കുക, അതല്ലെങ്കിൽ നിയമത്തെ അനുസരിക്കാതെ നിഷ്കളങ്കരായ മനുഷ്യരെ ബന്ദികളാക്കിയോ മറ്റോ വെച്ചുകൊണ്ട് തങ്ങളുടെ രാഷ്ട്രീയമായ എന്തെങ്കിലും താല്പര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി പരിശ്രമിക്കുക. നിഷ്കളങ്കരായ ഒരു മനുഷ്യനെ കൊല്ലുന്നതിനെ കുറിച്ച് ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണ് എന്ന് പോലും മനസ്സിലാക്കാത്ത ആളുകളാണ് ഇസ്ലാം ഭീകരവാദമാണ്, പരിശുദ്ധ ഖുർആനാണ് ഭീകരത പഠിപ്പിക്കുന്നത് എന്ന് എഴുതിവിടുന്നതും പ്രസംഗിക്കുന്നതും എന്നുള്ളതാണ് സത്യം. എന്താണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്? അന്നഹു മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർദി ഫകഅന്നമാ ഖതല നാസ ജമീഅ. ആരെങ്കിലും ഒരു മനുഷ്യനെ അയാൾ വേറൊരാളെ കൊന്നതിന് പകരമായോ അയാളെ
ഒരാളെ കൊന്നതിന് പകരമായോ അല്ലെങ്കിൽ രാജ്യത്ത് വ്യാപകമായ കലാപവും കുഴപ്പവും ഉണ്ടാക്കിയതിന് പകരമായോ ഒരു രാഷ്ട്ര സംവിധാനം ഒരാൾക്ക് വധശിക്ഷ വിധിക്കുക എന്നതല്ലാതെ ഒരാൾ വേറൊരാള് നിഷ്കളങ്കരായ ഒരു മനുഷ്യനെ, നിരപരാധിയായ ഒരു മനുഷ്യനെ കൊന്നാൽ ആ മനുഷ്യൻ ആരായാലും, ഹിന്ദുവായാലും ക്രിസ്ത്യാനിയായാലും ജൂതനായാലും ജൈനനായാലും ബുദ്ധനായാലും മുസ്ലിം ആയാലും മുഴുവൻ മനുഷ്യരെയും കൊന്നതിന് സമമാണ് എന്നാണ്. ആ മുഴുവൻ മനുഷ്യരിൽ എല്ലാ വിഭാഗവും ഉൾപ്പെടുന്നു. അപ്പോൾ ആർക്കാണ് ഇവിടെ നിരപരാധിക്കെതിരെ കലാടിയോണം കഴിയുക, ബോംബെറിയാൻ കഴിയുക? ഇസ്ലാമികമായ ആദർശമനുസരിച്ചുകൊണ്ട് അതിന് വല്ല അവസരവും ഉണ്ടോ? തീർച്ചയായും ഇല്ല. പിന്നെ എങ്ങനെയാണ് ഇസ്ലാം ഭീകരവാദമാവുക? പിന്നീടുള്ളൊരു ആരോപണം, ഇസ്ലാം സമാധാനം ശരി, പക്ഷേ ഇസ്ലാം ജിഹാദാണ് ഭീകരവാദത്തിന്റെ പ്രശ്നം. ജിഹാദ് എന്ന് പറഞ്ഞാൽ തന്നെ ഭീകരത എന്നാണ് അർത്ഥം. ജിഹാദ് എന്ന് പറഞ്ഞാൽ തന്നെ ഭീകരത എന്നാണ് അർത്ഥം. എന്താണ് ജിഹാദ് എന്ന് പറഞ്ഞാൽ? വിശദീകരിക്കാൻ അത് മാത്രം തന്നെ മണിക്കൂറുകൾ ആവശ്യമാണ്. ജിഹാദ് എന്തുകൊണ്ടാണ്? പരിശുദ്ധ ഖുർആനിൽ യുദ്ധവുമായി കലാപവുമായി ബന്ധപ്പെട്ട ഒരുപാട് വചനങ്ങളുണ്ട്. കൃത്യമായി യുദ്ധത്തിന് പ്രേരിപ്പിക്കുന്ന വചനങ്ങളുണ്ട്. യുദ്ധത്തിന് ഒരുങ്ങണമെന്ന് പറയുന്ന വചനങ്ങളുണ്ട്. യുദ്ധരംഗത്ത് സ്വീകരിക്കേണ്ട നിലപാടുകളെ കുറിച്ച് വചനങ്ങളുണ്ട്. അവിടെയെല്ലാം യുദ്ധത്തെ കുറിച്ച് പറയുക ഖിതാൽ എന്നാണ്. ഖിതാൽ എന്ന് പറഞ്ഞാൽ യുദ്ധം എന്ന് തന്നെയാണ് നേരെ അർത്ഥം. എന്നാൽ ഇസ്ലാം ഖിതാൽ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇസ്ലാം ഭീകരതയാണ് എന്ന് ആരും പറഞ്ഞു കേട്ടിട്ടില്ല. എന്തേ ജിഹാദി എന്ന പദത്തെ തന്നെ ഉപയോഗിക്കുന്നത്? ജിഹാദി എന്ന പദത്തിന് ഒരു സവിശേഷതയുണ്ട്. ജിഹാദ് എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ നിന്ന് ഒരു അവസരത്തിൽ ഒഴിവാക്കി വെക്കാൻ സാധ്യമല്ലാത്ത കാര്യമാണ്. ഒരാൾ മുസ്ലിമാകുന്നത് മുതൽ അയാൾ ജിഹാദ് ചെയ്യുകയാണ്. അപ്പോൾ ജിഹാദ് ഭീകരതയാണെന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ എല്ലാവരും ഭീകരന്മാരാണ് എന്ന് സ്വാഭാവികമായും കടന്നു വരും.